ഹാലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ. പ്രിയമുള്ളവരെ, കുറച്ച് ദിവസം മുന്നമേ ഒരു സാധു ചേച്ചി, ആ ചേച്ചി എനിക്കൊരു വോയിസ് മെസ്സേജ്, അവർ യൂട്യൂബിൽ നിന്ന് കണ്ടെത്തിയ ഒരു ക്ലിപ്പ് എനിക്ക് ഇട്ട് തന്നുകൊണ്ട് എന്നോട് ചോദിച്ചു, പുഷ്പം, ഞാനൊരു കാര്യം ചെയ്യട്ടെ മോളെ, എവിടെ തിരിഞ്ഞാലും കഷ്ടം, എപ്പോഴും വിഷമവും ബുദ്ധിമുട്ടുകളും മാത്രമേ ഉള്ളൂ, ഇതൊന്നും ഞാൻ ചെയ്തു നോക്കട്ടേന്ന്. എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു ഗ്ലാസ് ഉപ്പ് ഇട്ട് വെള്ളം വെച്ചിട്ട് അതിൽ നമ്മുടെ നിയോഗം എഴുതിയ കടലാസിലിട്ട് വെച്ചാൽ ആ കാര്യം സാധിച്ചു കിട്ടുമത്രേ. ചിലർ കടൽ മുഴുവൻ ഉപ്പ് വെള്ളമാണല്ലോ, അതിനകത്തേക്കും നമ്മുടെ നിയോഗങ്ങൾ എഴുതി ഇടുത്രേ. ആ കാര്യങ്ങൾ നമുക്ക് സാധിച്ചു കിട്ടും. ഏത് സാധിക്കാത്ത കാര്യവും സാധിച്ചു കിട്ടുമെന്ന്. അപ്പോൾ എത്ര തിരിഞ്ഞിട്ടും വീട്ടിലൊരു സ്വൈര്യവും സമാധാനവും ഇല്ല മോളെ. ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കട്ടെ. കണ്ടോരിക്കാ ചേച്ചിയോടൊരു ഭയങ്കര ഇഷ്ടം തോന്നി. കാരണം എന്താണെന്ന് വിചാരിച്ചാൽ, അവരുടെ മനസാക്ഷി പ്രാർത്ഥിക്കുന്ന ഒരു ചേച്ചിയാണ്. അവരുടെ മനസാക്ഷി അവരോട് പറഞ്ഞു, മോളെ, ആ ഉപ്പും ആ കടലും അതൊക്കെ സൃഷ്ടിച്ച ദൈവത്തെയാണ് നീ ആരാധിക്കുന്നത്. സൂര്യനെ പൂജിക്കുന്നത് പോലെ, കടലിനെ കടലമ്മേ എന്ന് പറഞ്ഞ് വിളിക്കുന്നത് പോലെ, അജ്ഞതയുടെ കാലത്തിൽ ദൈവമല്ലാത്തതിനെ പൂജിച്ചതുപോലെയാണ്, ആരാധിച്ചതുപോലെയാണ് ഈ വക പ്രവർത്തികളും. അപ്പോൾ ദൈവത്തിൽ നിന്ന് നമുക്ക് അടി വരാൻ വേറെ മറ്റൊന്നും വേണ്ട. നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പരീക്ഷണഘട്ടങ്ങൾ, ആ വേദനകളിൽ നിന്നെല്ലാം കർത്താവ് ഒരു നന്മ ഉളവാക്കും എന്ന് നമ്മൾ വിശ്വസിക്കണം. എൻ്റെ പൊന്നുമക്കളൊന്ന് കേൾക്കൂ, ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. അത് പറയാൻ വേണ്ടിയാണ് ഞാനത് പറഞ്ഞത്. ഒരു കാര്യം കേൾക്കുക മക്കളെ, ഞങ്ങൾ ഹിന്ദുക്കളായിരുന്ന ഒരു കാലഘട്ടത്തിൽ എനിക്കിതുപോലെ എൻ്റെ കാര്യങ്ങൾ നടന്നു കിട്ടാതെ വരുമ്പോൾ ഞാൻ എപ്പോഴും അത് തുളസി പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഇട്ട് നോക്കും. കമിഴ്ന്ന് വീണാൽ നോ, മലർന്ന് വീണാൽ യെസ് എന്ന് വിചാരിക്കുമായിരുന്നു. എന്നിട്ട് ഒന്നും സാധിച്ചു കിട്ടിയിട്ടില്ല. മലർന്ന് വീണിട്ടും കമിഴ്ന്ന് വീണിട്ടും അതൊന്നും ഒരു ഗുണകരമായിരുന്നില്ല. ഞാനൊക്കെ ഇത് ഇത്രയും എൻ്റെ മക്കളോട് ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നതിൻ്റെ പിന്നിലെ കാരണം, ആ കടന്നുപോയ കാലങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ദൈവമേ, കുറേം കൂടെ മുന്നമേ നിന്നെ അറിഞ്ഞില്ലല്ലോ എന്നാണ് മനസ്സ് മുഴുവനും. പ്രിയമുള്ളവരെ, ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു വേദന അതികഠിനമെന്ന് നമുക്ക് തോന്നിയേക്കാം. ചിലപ്പോൾ അയൽവാസിയെ കൊണ്ടായിരിക്കാം, ചിലപ്പോൾ മക്കളെ കൊണ്ടായിരിക്കാം, ചിലപ്പോൾ ബന്ധുക്കളെ കൊണ്ടായിരിക്കാം. ഇതൊക്കെ നമുക്കൊരു പീഡനമായിട്ട് വന്നേക്കാം. ഈ വേദന ഒഴിഞ്ഞു പോകാൻ നാം നിരന്തരം പ്രാർത്ഥിക്കുകയും ചിലപ്പോഴൊക്കെ പിറുപിറുക്കുകയും ഈ വീടൊന്ന് വിറ്റുപോയാൽ മതി, ഈ ദേശം വിട്ടുപോയാൽ മതി എന്നൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം. എന്നാൽ അതിലും വലിയൊരു സഹനം നമ്മുടെ മുൻപിൽ വരുമ്പോൾ നമ്മൾ ഉടനെ എന്ത് വിചാരിക്കും? ഇന്നലെ വരെ, അതായത് ഇന്നലെ നമ്മെ ബുദ്ധിമുട്ടിച്ചിരുന്ന ആ വേദന നമുക്ക് നിസ്സാരമായിട്ട് തോന്നും. അല്ലേ? ഇങ്ങനെ അനുഭവിച്ചിട്ടുള്ളവരുണ്ടാകുമായിരിക്കാം. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ളവരിൽ നിന്നും ജീവിക്കാൻ പറ്റാത്ത തരത്തിലുള്ള അതിസഹനത്തിലൂടെ ഞങ്ങൾ കടന്നു പോയിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയായിരുന്നു. മനസ്സിലേക്ക് എപ്പോഴും തോന്നിയിരുന്നത്, മരിച്ചു പോയെങ്കിൽ, ആത്മഹത്യ ചെയ്തെങ്കിൽ എന്ന് ചിന്തിച്ച നാളുകൾ ഉണ്ടായിട്ടുണ്ട് മക്കളെ. എന്നാൽ അന്നും കർത്താവിലേക്ക് വന്നു കേട്ടോ. കാലം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ എത്രത്തോളം ബൈബിൾ പഠിക്കാനും ബൈബിൾ അനുസരിച്ച് ജീവിക്കാനും തുടങ്ങിയപ്പോൾ അറിയാത്തൊരു സമാധാനം നമ്മുടെ ഹൃദയത്തിൽ വന്ന് നിറയുകയായിരുന്നു. ഇത് എത്ര പേർക്കും മനസ്സിലാകും എന്നെനിക്ക് അറിഞ്ഞുകൂടാ. കർത്താവിൻ്റെ ഒരു ശക്തമായ പ്രവർത്തനത്തെക്കുറിച്ച് ചേച്ചി പറയുകയാണ്. ഇപ്പം ഈ ദിവസങ്ങളിലെ വേനൽ മഴ നമുക്ക് ലഭിച്ചു. നമ്മൾ നമ്മുടെ വീട്ടിൽ തോട്ടം നനയ്ക്കുന്നു, പറമ്പ് നനയ്ക്കുന്നു, ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ കർത്താവ് ഒരു മഴയങ്ങോട്ട് തന്നപ്പോൾ നമ്മൾ നേരം വെളുത്ത് നോക്കുമ്പോഴേക്കും 2 ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ പറമ്പിൽ പുല്ലെല്ലാം കിളിർത്തു. ഉണങ്ങിപ്പോയിരുന്ന തുളസി തൈകളൊക്കെ ഫലം ചൂടുന്നത് പോലെ, അതെല്ലാം കതിരിട്ടതുപോലെ. പ്രൈസ് ദി ലോർഡ്. സത്യമല്ലേ ഞാൻ ഈ പറഞ്ഞത്? എൻ്റെ പൊന്നുമക്കളെ, കർത്താവിൻ്റെ ശക്തി, കർത്താവിൻ്റെ കരമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. 5 കൊല്ലമായിട്ട് എൻ്റെ വീട്ടിൽ നിങ്ങളുടെ നാട്ടിൽ അതിന് എന്താ പറയാന്ന് എനിക്കറിയില്ല കേട്ടോ. ഞങ്ങളിവിടെയൊക്കെ അതിനെ പറയാ ചക്കമുല്ല എന്നാണ്. വലിയ മുല്ലപ്പൂ പോലെ അങ്ങനെ. അപ്പോൾ 5 വർഷമായിട്ട് അതിൻ്റെ 2-3 തൈകൾ
ചേച്ചി നട്ടുവെച്ചിട്ടുണ്ടായിരുന്നു. ഇത് പൂവിട്ടിരുന്നില്ല. എന്നാൽ ഈ 5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ എപ്പോഴും പോയിട്ട് ഞാൻ വിചാരിക്കും, ഓ ഇതൊന്ന് പൂവിടുന്നില്ലല്ലോ എന്ന് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ മഴ 2 മഴ അടുപ്പിച്ചങ്ങോട്ട് പെയ്യും, ഇടിയും മിന്നലൊക്കെ കണ്ടു കഴിഞ്ഞ് ആ എന്താ പറയുക, പൂ ചെടി അങ്ങോട്ട് പൂവിട്ടു. വലിയ 2-3 പൂക്കൾ കണ്ടാൽ കൊതി തോന്നും. ഞാൻ വളരെ കഠിനമായൊരു വേദനയിലൂടെ ഈ ദിവസങ്ങളിൽ കടന്നു പോവുകയാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു നോമ്പ് കഴിഞ്ഞിട്ട് എന്താ കർത്താവ് ഇങ്ങനെയെന്ന്. എനിക്ക് ഇപ്പോഴാണ് കഠിന നോമ്പെന്ന് തോന്നിപ്പോയി. അത്ര സഹനത്തിലൂടെ ഞാനൊരു വേദനയിലൂടെ അങ്ങനെ തീച്ചുളയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യമില്ലാതെ ഞങ്ങളുടെ വീടിനടുത്തുള്ളൊരു സ്ത്രീ, ഞാൻ അങ്ങോട്ട് കിടക്കുമ്പോഴും ഇങ്ങോട്ട് കിടക്കുമ്പോഴും എന്നെ തെറി വിളിക്കുന്നവര്. എന്താണ് കാരണമെന്ന് എനിക്ക് പോലും മനസ്സിലാവുന്നില്ല. ഞാൻ അങ്ങോട്ട് നോക്കു പോലും ചെയ്യാതെ വേഗം അങ്ങോട്ട് കയറിപ്പോരും. പിന്നീട് കേട്ടപ്പോഴാണ് മനസ്സിലാക്കുന്നത്, ഞാൻ യേശുവിൻ്റെ പാട്ടിടും. ആ പാട്ട് അവർക്ക് അസഹ്യമായി തീരുന്നു അത്രേ. അതുകൊണ്ടാണ് എന്നെ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും അവർ തെറി പറഞ്ഞ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കരഞ്ഞ് കർത്താവിൻ്റെ മുൻപിൽ ചോദിച്ചു, എനിക്കിതിനൊരു അവസാനമില്ലേ കർത്താവേ എന്ന് ഞാൻ ചോദിച്ചു പോയിട്ടുണ്ട്. പക്ഷേ അതിലും വലിയൊരു സഹനം എൻ്റെ മുൻപിൽ വന്നപ്പോൾ ഞാൻ ആ സ്ത്രീയെ മറന്നേ പോയി. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നേരം വെളുത്ത് എഴുന്നേറ്റ് വന്നപ്പോൾ ഈ പൂവിട്ട് നിൽക്കുന്നത് കണ്ടിട്ട് എൻ്റെ ദുഃഖങ്ങളെല്ലാം മറന്നു പോയിക്കൊണ്ട് ഞാനൊന്ന് ചിരിച്ചു. ഒപ്പം തന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ കർത്താവേ, നിന്റെ മഴ, നിന്റെ ശക്തി അതാർക്കും വർണ്ണിക്കാൻ സാധിക്കും. നിന്റെ ശക്തിയോളം, നിന്റെ കഴിവോളം ആർക്കുണ്ട് കഴിവും ശക്തിയും. പ്രൈസ് ദി ലോർഡ്. പൊന്നുമക്കളെ, ഒന്നും കൂടെ ചേച്ചി പറയാണ്, ആ ചെടി പൂവിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ എന്തു ചെയ്തു? ഓടിപ്പോയി അതിലെ ഇത്തിരി കരിഞ്ഞ പോലെ, പുഴു തിന്ന പോലെ ഏതെങ്കിലും തരത്തിൽ അതിലുള്ള ഇലകളെല്ലാം ഞാൻ മുറിച്ച് കളഞ്ഞു ഞാൻ. എന്നിട്ട് അതിന് ചുറ്റും മണ്ണിട്ട്, അതിന് വെണ്ണീറൊക്കെ ഇട്ട്, വളമൊക്കെ ഇട്ട് അതിന് കുറേയും കൂടെ വെള്ളമൊഴിക്കാൻ തുടങ്ങി ഞാൻ. ഇതാണ് കർത്താവും ചെയ്യുന്നത്. ഫലം തരാത്തതിനെ കർത്താവ് വെട്ടി തീയിലെറിഞ്ഞു കളയും. ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി വെട്ടിയൊരുക്കും. അപ്പോൾ ചുറ്റുവട്ടത്ത് പലർക്കും സഹനമില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ നിങ്ങളുടെ പേര് ജീവന്റെ ഗ്രന്ഥത്തിൽ കിടക്കുന്നു. നിങ്ങൾ സ്വർഗത്തിലേക്ക് പോയേ പറ്റുള്ളൂ. ഇവിടെ ദൈവരാജ്യവും സാത്താൻ്റെ രാജ്യവും ഉണ്ട് എന്നെൻ്റെ മക്കൾ മനസ്സിലാക്കണം. ഈ ദൈവരാജ്യത്തിലെ മക്കളെ ഉപദ്രവിക്കുക എന്നതാണ് സാത്താൻ്റെ പദ്ധതി. അവരെപ്പോഴും ഇങ്ങനെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കും. അതിനുവേണ്ടി അവൻ സാത്താൻ്റെ രാജ്യത്തിലെ മക്കളെ എടുത്തു ഉപയോഗിക്കും. എന്നിട്ട് നമ്മളിങ്ങനെ പീഡിപ്പിച്ചു കൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എൻ്റെ പൊന്നു മക്കൾ മനസ്സിലാക്കുക, എന്നും ഈ സഹനം നിങ്ങൾക്കുണ്ടായിരിക്കും. ഇവരെ വെച്ചുകൊണ്ട് സാത്താൻ നമ്മെ ഉപദ്രവിച്ചു കൊണ്ടേയിരിക്കും. പ്രത്യേകിച്ചും ഇപ്പം ചേച്ചിയെ പോലെ സുവിശേഷം പറയുകയും മറ്റുള്ളവർക്ക് ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു ചെയ്യുന്ന വ്യക്തിയാകുമ്പോൾ സാത്താൻ്റെ നോട്ടപ്പുള്ളിയാണ് ഞാൻ. സാത്താന് നന്നായിട്ട് അറിയാം ഇതാരാണ്, ഇവൾ എവിടുന്നാണ്, ഇവൾ എന്താണ് ചെയ്യുന്നത്. എത്രയോ പേര് എന്നെ വിളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അവരൊക്കെ ആശ്വസിപ്പിക്കും. മാത്രമല്ല അവരൊക്കെ പറയും, ചേച്ചിയുടെ ടോക്കുകളും പ്രാർത്ഥനകളും ഞങ്ങൾക്ക് ഭയങ്കര ബലമാണെന്ന്. ഇത് സാത്താൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ സാത്താൻ എന്തു ചെയ്യും? അവൻ്റെ നോട്ടപ്പുള്ളിയാണ് ചേച്ചി. അവൻ്റെ രാജ്യത്തിലെ മക്കളെ, അതായത് സാത്താൻ്റെ രാജ്യത്തിലെ മക്കളെയാണ് ഞാൻ പിടിക്കുന്നത്. അവൻ എന്തു ചെയ്യും? ഇവൾക്കൊരു പണി കൊടുത്തിട്ടുള്ള കാര്യമുള്ളൂ എന്ന് വിചാരിക്കും. ഞങ്ങളുടെ പാതാളം മതി എന്ന് പറയുന്നില്ല. അവൻ തൃപ്തനല്ല. അവൻ്റെ രാജ്യത്തിലെ ഒരു വ്യക്തി നഷ്ടപ്പെട്ടു പോകാൻ അവൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ നിങ്ങളായിരിക്കും നിങ്ങളുടെ കുടുംബത്തിൽ പ്രാർത്ഥിക്കുകയും ദിവ്യബലിയിൽ പങ്കെടുക്കുകയും ബൈബിൾ പഠിക്കുകയും വായിക്കുകയൊക്കെ ചെയ്യുന്നത്. സാത്താൻ്റെ കണ്ണ് നിങ്ങളുടെ നേരെയായിരിക്കും. എന്ന് വെച്ച് അയ്യോ ഞാൻ പ്രാർത്ഥന കുറയ്ക്കാൻ പോവുകയാണ്, ഞാനിനി കുർബാനയ്ക്കൊന്നും പോകുന്നില്ല, ഞാൻ ജപമാല ചൊല്ലുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ സാത്താൻ ജയിച്ചു. നാം കർത്താവിൻ്റെ മഹത്വത്തെ തല്ലിക്കെടുത്തുകയാണ് ചെയ്യുന്നത്. ഇത്രയും കാലം പോന്നല്ലോ, ഇനിയിപ്പോൾ എത്ര കാലം ഉണ്ടാകും? എൻ്റെ കർത്താവ് അറിയാതെ എൻ്റെ മുടി പൊഴിയില്ല. ഞാനിത് സഹിക്കുന്നു. ഞാൻ സാത്താനെതിരെ യുദ്ധം വെട്ടും എന്നെൻ്റെ മക്കളുടെ മനസ്സിലേക്ക് ഉറച്ചൊരു തീരുമാനം ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അതായത് യേശുവേ നന്ദി. സങ്കീർത്തനം 84-ന്റെ 3-ാം അധ്യായം പറയണ്,
അങ്ങയിൽ ശക്തി കണ്ടെത്തിയവർ ഭാഗ്യവാന്മാർ. അവരുടെ ഹൃദയത്തിൽ സിയോനിലേക്കുള്ള രാജവീതിയുണ്ട്. കർത്താവിൽ പൂർണ്ണമായിട്ട് പ്രത്യാശ അർപ്പിക്കുക. നമുക്കൊരു വീതി എടുക്കുകയാണ്. ആ ഇടുങ്ങിയ വഴിയിലൂടെ നാം സ്റ്റെപ്പുകൾ കയറുകയാണെന്ന് എൻ്റെ മക്കൾ വിശ്വസിക്കണം. ഒരു വ്യക്തി പാപത്തിലിരിക്കെ ദൈവത്തെ കണ്ടെത്താൻ സാധിക്കില്ല. അത് ബുദ്ധിമുട്ടാണ്. നാം പാപത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് അനുതാപത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് ദൈവരാജ്യത്തിന്റെ സന്തതികളായി തീരണം, വിശുദ്ധിയോടെ ജീവിക്കണം. ഇതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതും ദൈവത്തിന്റെ പദ്ധതിയും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ബൈബിള് വായിക്കുക. ഞാൻ പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. എത്രത്തോളം നമ്മൾ ബൈബിൾ കൈകാര്യം ചെയ്യുന്നുവോ അത്രത്തോളം നാം ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കും. നമുക്കൊരു പുതിയ ഉന്മേഷവും ഒരു പുതിയ ഉണർവും വന്നുകൊണ്ടിരിക്കും. നാം ദൈവത്തിൻ്റെ ശക്തിയെ തിരിച്ചറിയാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. എസ്തേറിൻ്റെ പുസ്തകം 14-ാം അധ്യായം 19-ാം തിരുവാക്യം. ഇത് എൻ്റെ മക്കൾ ആവർത്തിച്ച് പറഞ്ഞോളൂ. ഭയവും ദുഃഖവും വേദനയായിട്ട് കടന്നു പോകുന്ന മക്കള് ഈ വചനം ഇന്ന് മുതലേ ഒരു 53 പ്രാവശ്യം വീതം പറയൂ. ബൈഹാർട്ട് പഠിക്ക് ഈ വചനം. എല്ലാറ്റിനെയും ഭരിക്കുന്ന ദൈവമേ, ആശയറ്റവരുടെ ശബ്ദം കേൾക്കണമേ, തിന്മ ചെയ്യുന്നവരുടെ കരങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, എന്നെ ഭയത്തിൽ നിന്നും മോചിപ്പിക്കണമേ. കേട്ടോ മക്കളെ? ഇതിങ്ങനെ നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക ആ വചനം. ഒപ്പം ഈ ഒരു വചനം കൂടെ പറഞ്ഞോളൂ. എസ്തേറിന്റെ തന്നെ പുസ്തകം 13-ാം അധ്യായം 17-ാം തിരുവാക്യം. എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, അങ്ങയുടെ അവകാശത്തിന്മേൽ കരുണയുണ്ടാകണമേ, ഞങ്ങളുടെ വിലാപത്തെ ഉത്സവമാക്കി മാറ്റണമേ. കർത്താവേ, ഞങ്ങൾ ജീവിക്കുകയും അങ്ങയുടെ നാമത്തിന് സ്തുതി പാടുകയും ചെയ്യട്ടെ. അങ്ങയെ സ്തുതിക്കുന്നവരുടെ അധരങ്ങളെ നശിപ്പിക്കരുതേ. പ്രൈസ് ദി ലോർഡ്. എന്താ അങ്ങനെ പറയാൻ കാര്യം ഉണ്ടായത്? നമുക്ക് ഭയങ്കര സഹനം തരും മറ്റുള്ളവര്. നമ്മൾ കർത്താവിനോട് സ്തുതിക്കും പ്രാർത്ഥിക്കും ചെയ്തിരിക്കും. നമ്മൾ എന്ത് പറയും? ചിലപ്പോൾ അവരെ ശപിക്കും, ചീത്ത പറയും. നമ്മുടെ കൃപയാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളെ പീഡിപ്പിക്കുന്നവരുടെ നേരെ അവിടുത്തെ കരം നീട്ടണം, എന്നിട്ട് ഞങ്ങളുടെ നാവുകളെ വിശുദ്ധിയുള്ളതാക്കി തീർക്കണമെന്ന് നാം കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അപ്പം നമ്മളെല്ലാവരും ഇന്ന് പാപ്പയുടെ ശവസംസ്കാരം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ആ പാപ്പേനെ അത്രത്തോളം ഇഷ്ടമായിരുന്നു. കാരണം ആ പാപ്പ എപ്പോഴും പാവങ്ങളോട് കൂടിയായിരുന്നു. കുട്ടികളെടുത്ത് അങ്ങോട്ട് ചുംബിക്കുക. ചേച്ചിക്കും അതെ, കുഞ്ഞുങ്ങളോട് ഭയങ്കര സ്നേഹ. എന്നിട്ട് ആ പാപ്പ എന്താ പറയാ, നിർധനർക്ക് എന്ത് കൊടുക്കണം അതിനേക്കാളൊക്കെ ഉപരി ആ പാപ്പ എപ്പോഴും സുവിശേഷം പറയായിരുന്നു. എന്താന്ന് വെച്ചാല് ബൈബിള് നിങ്ങൾ വായിക്കി, നിങ്ങൾ പഠിക്കി, ബൈബിൾ തുറക്ക്. അത് തന്നെയാണ് ആ പാപ്പ നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത്. അതുകൊണ്ട് ഇന്ന് ആ പാപ്പ മരിച്ചപ്പോൾ എത്രയോ വലിയ വലിയ ആളുകൾ മുഴുവൻ ആ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുകയും ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ആ പാപ്പ ഒരു വിശുദ്ധനാകുമെന്ന്. എന്നാൽ എപ്പോഴും ഒരു പച്ചമാമ അത് എന്തുകൊണ്ട് ആരെ സന്തോഷിപ്പിക്കാൻ അത് ചെയ്താവോ? അതിനുള്ള പ്രായശ്ചിത്തം എത്രയോ രോഗാവസ്ഥയിലൂടെയാണ് അദ്ദേഹം കാലുവേദന എടുത്തിട്ടും രോഗാവസ്ഥയിലൂടെയും കടന്നുപോയി കർത്താവ് അദ്ദേഹത്തെ കഴുകി. പ്രൈസ് ദി ലോർഡ്. ഇനി ആ പാപ്പ സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സഹനങ്ങളുടെ അതിപ്രസരം ഉണ്ടാകുമ്പോഴും ഒക്കെ ഒരു പ്രതീക്ഷയുടെ നാമ്പ്, ചേച്ചി പറഞ്ഞതുപോലെ ഒരു പൂ വിരിഞ്ഞത് അത് മതിയായിരുന്നു എനിക്ക് സന്തോഷിക്കാനായിട്ട്. 5 വർഷം കഴിഞ്ഞിട്ട് അതിൽ പൂവിട്ട് കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ട് സന്തോഷിച്ചു, ഞാൻ ചിരിച്ചു, ഒറ്റയ്ക്ക് നിന്ന് ഞാൻ ചിരിച്ചു. ഒരു പൂ വിരിയുമ്പോൾ, ആ തോട്ടത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ, ഒരു പുല്ല് അതിലൊരു കുഞ്ഞു പൂവിടുമ്പോൾ ഞാനത് പൊട്ടിച്ചിട്ട് ഇങ്ങനെ നോക്കും. എൻ്റെ അപ്പായി, ഞാൻ ആകാശത്തേക്ക് നോക്കുന്നിട്ട്, എൻ്റെ അപ്പായേ എത്ര മനോഹരമായിട്ടാണ് നീ ഇതിനെ അലങ്കൃതമാക്കിയിരിക്കുന്നത് എൻ്റെ പൊന്നീശോ. അപ്പോൾ എന്നെ നീ എത്ര കരുതുന്നുണ്ടായിരിക്കണം. എൻ്റെ ഗ്രൂപ്പിലുള്ള മക്കളെയൊക്കെ അറിയാലോ, എല്ലാവരുടെ നിയോഗങ്ങളിലേക്ക് കടന്നു ചെല്ലണം. എല്ലാവരും നിന്നെക്കുറിച്ച് മനസ്സിലാക്കട്ടെ, ഇങ്ങനെ നിന്നെക്കുറിച്ച് ധ്യാനിക്കട്ടെ, എന്നിട്ട് എല്ലാവരും നിന്നിൽ ആനന്ദം കണ്ടെത്തട്ടെ എന്ന് ചേച്ചി പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. മക്കളുടെ പ്രാർത്ഥനയിലെല്ലാം എന്നെയും കൂടെ ഒന്ന് ഓർത്തോളാം മക്കളെ. ഞാൻ വളരെ സഹനത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഹല്ലേലൂയ. ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനെയും
അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, നീതിമാനായ വിസ്തയോസേ പിതാവേ, അപ്പസ്തോല ഗണങ്ങളെ, മാലാഖമാരെ, വിശുദ്ധരെ, നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി. തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ, ആമേൻ.